നിങ്ങളുടെ ഹെയർ ഭയങ്കര ഡ്രൈ ആണ്. ഇപ്പൊ ഞാൻ എണ്ണ തേച്ചിട്ടില്ല കേട്ടോ. അപ്പൊ ഞാൻ സ്ഥിരമായിട്ട് എണ്ണ തേക്കുന്ന ഒരാളാണ്. അപ്പൊ നിങ്ങൾക്ക് എണ്ണ തേക്കാൻ ഇഷ്ടമല്ല, പക്ഷെ നിങ്ങളുടെ മുടി നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് ഇരിക്കണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പൊ ഞാൻ മോസ്റ്റ്ലി എനിക്ക് ടൈം ഇല്ലാത്ത സമയത്ത് ഞാൻ എണ്ണ തേക്കാൻ പിന്നെ മടിയുള്ള സമയത്തും ഇപ്പോൾ നമുക്ക് എന്താ പറയുക, ഈ ഒരു ഹെയർ മാസ്ക് ആണ്, ഹിമാലയയുടെ പ്രോട്ടീൻ ഹെയർ മാസ്ക് ആണ് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. എന്താ വെച്ചാൽ ഇതാകുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ ഹെയർ മാസ്കിന് കൊടുക്കത്തെ റേറ്റ് ആണ്. ഇതാകുമ്പോൾ നമുക്ക് ഒരു റീസണബിൾ പ്രൈസ് ആണ് കേട്ടോ. 190 rupees ആണ്. നമുക്ക് 200 ml ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ടാക്കിൻ്റെ ഒക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ അടിപൊളിയാണ്. പക്ഷെ അതിനൊക്കെ 700-800 rupees ആണ്. അപ്പം നിങ്ങൾക്ക് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾ ഒരു ഹെയർ മാസ്ക് അതുപോലെ തന്നെ അങ്ങനെ യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, എപ്പോഴും ഞാൻ പറയാം നോർമലി നാച്ചുറലി ഉള്ള കാര്യങ്ങൾ യൂസ് ചെയ്യായിരിക്കും ഒന്നും കൂടി നല്ലത്. പക്ഷെ നിങ്ങൾക്ക് ഇങ്ങനെ ടൈം ഇല്ല അല്ലെങ്കിൽ ഓയിലിംഗ് ചെയ്യാനൊന്നും താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. എനിക്ക് ഇഷ്ടമാണിത്. ഇതിൻ്റെ സ്മെല്ലായാലും ഭയങ്കര ലൈറ്റാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പാക്കേജാണ് വരുന്നത്. ഇതിൽ മെയിനായിട്ട് നമുക്ക് എന്താ പറയുക, ആംല, അതുപോലെ തന്നെ ചിക്പി ആണ്, വൈറ്റ് കടലയും പിന്നെ നമ്മുടെ ഈ ഒരു നെല്ലിക്കയാണ് അടങ്ങിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ മെയിനായിട്ട് മുടി എന്താ പറയുക നന്നായിട്ട് നറിഷാവും, അതുപോലെ തന്നെ ഹെയർ ഹെൽത്തി ആവുമെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷെ കുഴപ്പമില്ലാന്ന് തോന്നുന്നു എനിക്ക്. ഞാനിതാണ് ഇപ്പോൾ അപ്ലൈ ചെയ്യാം കേട്ടോ. നമുക്ക് ഇങ്ങനെ ജസ്റ്റ് എല്ലായിടത്തും ഇതുപോലെ വകച്ചിലെടുത്തിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കും കേട്ടോ. ലൈറ്റായിട്ട് ഇതുപോലെ അപ്ലൈ ചെയ്തിട്ട് പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കും കേട്ടോ. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ ഈ ഓയിലിംഗ് ഒക്കെ ഇഷ്ടമില്ലാത്തവർ ഇതുപോലെ എങ്കിലും മസാജ് ചെയ്ത് കൊടുക്കണം ഇടയ്ക്ക്. അല്ലെങ്കിൽ നിങ്ങൾ നോർമലി എന്തെങ്കിലും സീറം ഇട്ടിട്ടൊക്കെ മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാവാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ എൻ്റെ ഹെയർ ഇപ്പം ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഇത് അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഞാൻ മന്ത്ലിയൊക്കെ ചിലപ്പോൾ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും കേട്ടോ. അല്ലെങ്കിൽ മോസ്റ്റ്ലി ഞാൻ എപ്പോഴും ഈ ഒരു എന്താ പറയുക ഹോട്ട് ഓയിൽ മസാജാണ് ചെയ്യാറ്. ഞാൻ ഹെയർ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവർ മറ്റേ സ്ട്രെയിറ്റനൊക്കെ ചെയ്തിട്ട് ഒന്ന് സെറ്റ് ചെയ്തപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ ബ്ലോ ഡ്രൈ ചെയ്തപ്പോൾ കുറച്ചും കൂടി ഇത് ഡ്രൈ ആയ പോലെ ആയി. അപ്പോൾ ഞാൻ അങ്ങനത്തെ ബ്ലോ ഡ്രൈ ഒന്നും ചെയ്യാറില്ല. ഞാൻ വിചാരിച്ചു ഓക്കെ ഒന്ന് ജസ്റ്റ്, അപ്പം ഞാൻ സ്പാ ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ വീട്ടിൽ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മളൊരു സ്പായുടെ വീഡിയോ വരുന്നുണ്ട്. ഞാൻ ഫ്ലാക്സ് സീഡൊക്കെ യൂസ് ചെയ്തിട്ടേ സ്പാ ചെയ്യുന്നുണ്ട് വീട്ടിൽ തന്നെ. ഇപ്പം എനിക്ക് കുറച്ച് ടൈമൊക്കെ അങ്ങനെ ഞാൻ വീഡിയോസ് ചെയ്യാൻ വേണ്ടി മെനക്കെട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ വീട്ടിൽ തന്നെ ചെയ്യാമെന്ന്. ഇനി നമുക്ക് ഇപ്പോൾ റൂട്ട്സിലൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ എടുക്കാം. നമുക്ക് ഹെയർ ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്നവർക്ക് ഓരോന്നും ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് ഇതുപോലെ നമ്മുടെ ഹെയർസിലോട്ടും അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഹെയർ ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആവും. തുമ്പത്തൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കട്ടെ. ഞാൻ എൻ്റെ സ്പ്ലിറ്റൻസ് ഒക്കെ വന്നു തുടങ്ങിയപ്പോൾ വേഗം തന്നെ പോയി ഹെയർ കട്ട് ചെയ്തു കേട്ടോ. കുറച്ച് എൻഡ്സൊക്കെ കട്ട് ചെയ്തു. പിന്നെ ഈ ഒരു ഫ്രിഞ്ചസും ആദ്യമൊക്കെ ചെയ്തു. മുടിയിൽ ഇതുപോലെ അപ്ലൈ ചെയ്തു. കുറച്ച് അപ്ലൈ ചെയ്തപ്പോഴേക്കും നല്ല മുടി ഒന്ന് സോഫ്റ്റ് ആയിട്ട് കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ ആക്കിയിട്ട് ഫുള്ളായിട്ട് ഇങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്. ഫുള്ളായിട്ട് ഇങ്ങനെ ഓരോ സ്ട്രാൻഡ്സ് എടുക്കണില്ല കേട്ടോ. അപ്പം ഇങ്ങനെ ആക്കിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ നമുക്ക് ഈ ഒരു തുമ്പിലും നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. തുമ്പിലാണ് മെയിനായിട്ട് നല്ല ഡ്രൈ ആയിട്ട് ഇരിക്കുക. അപ്പോൾ തുമ്പിൽ കുറച്ചും കൂടി എടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് ഒന്നും കൂടി നിങ്ങൾ മസാജ് ചെയ്യണം കേട്ടോ. ഇങ്ങനെ നന്നായിട്ട് ആക്കി കൊടുക്കുക. രണ്ട് സൈഡിൽ ഇതുപോലെ നന്നായിട്ടും ആക്കി കൊടുക്കുക കേട്ടോ. ഉള്ളിലൊക്കെ നിങ്ങൾ തേച്ചിട്ടില്ലെങ്കിൽ ഉള്ളിൽ മെയിനായിട്ട് സ്കാൽപ്പിൽ തേക്കണം കേട്ടോ. സ്കാൽപ്പിൽ തേക്കുക. എന്നിട്ട് ഇതിപ്പോൾ ഇങ്ങനെ ആക്കിയിട്ട് ഫുള്ളായിട്ടും അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാ ഹെയർസിലും എത്തും. നമ്മൾ ഇങ്ങനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഹെയർസിൽ പെട്ടെന്ന് എത്തും. നല്ല ഒരു കണ്ടോ, നമ്മളൊരു എണ്ണ തേച്ചൊക്കെ പോലെ ആയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നല്ലൊരു സോഫ്റ്റായി ഡ്രൈനെസ് ഒക്കെ മാറാൻ നല്ലതാണ്. പിന്നെ നിങ്ങൾ മെയിനായിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു മൈൽഡായിട്ടുള്ള ഷാമ്പു യൂസ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ ഡാൻഡ്രഫിൻ്റെ ഒരു ഷാമ്പു യൂസ് ചെയ്യുക. കണ്ടീഷണറും മസ്റ്റായിട്ടും യൂസ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മുടെ ഹെയർ ഭയങ്കരമായിട്ട് ഡ്രൈ ആവും കേട്ടോ. എപ്പോഴും കണ്ടീഷണർ മറക്കാതെ യൂസ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ നന്നായിട്ട് ഇപ്പോൾ എല്ലായിടത്തും അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്യട്ടെ. ഇപ്പം നമ്മൾ ഈ ഒരു പാർലറിലൊക്കെ പോയി കഴിഞ്ഞാലും അവർ ഈ ഒരു സംഭവങ്ങളൊക്കെ തന്നെയാണ്, ഈ ഹിമാലയയുടെ അല്ല ലോറിയലിൻ്റെയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ആക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊരു മസാജ് കൊടുക്കുക. അപ്പോൾ പാർലറിൽ പോയി നമുക്ക് ഒരു പ്രാവശ്യം ചെയ്യണമെന്ന് നമ്മളിങ്ങനെ ഒരു ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു 10 പ്രാവശ്യം ചെയ്യാനുള്ളത് ഉണ്ടാവും. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ജസ്റ്റ് ഒരു കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക കേട്ടോ. ഒരു 20 minutes എങ്കിലും വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആയ പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളയാം. വാഷ് ചെയ്തിട്ട് കണ്ടീഷണർ മസ്റ്റാണ്. കണ്ടീഷണർ ഇട്ടിട്ട് ഒരു 5 minutes അല്ലെങ്കിൽ 5 to 10 minutes നിങ്ങൾ വെയിറ്റ് ചെയ്യണം. അതിനുശേഷം മാത്രമാണ് പിന്നെ വാഷ് ചെയ്ത് കളയാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മുടി നന്നായിട്ട് സോഫ്റ്റ് ആവും.
അപ്പോൾ ഒരു കുഞ്ഞൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.